ഫൽഗുനൻ, പാർത്ഥൻ. അമ്മേ, എന്റെ കുടമാളൂർ ഭഗവതി, ആരെ ഈ ഹോൺ അടിച്ചേ? ഞാൻ പേടിക്കൊന്നുമില്ല കേട്ടോ. പഴുക്ക വെക്കി ഇത്ര നേരം വൈകിന്ന് വെച്ച് അതുകൊള്ളാം. പടികത്തിലെ ഹോണടി ഏറ്റളിയ. അർജുനൻ, ഫൽഗുനൻ, എന്നെ ഇങ്ങനെ ആരും പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒന്നും പേടിക്കില്ലേ തത്ത. ആഹാ, അത് ശരി. അർജുനൻ മനസ്സിലാക്കിക്കോ. ഫൽഗുനൻ നല്ല കിളി തത്ത. മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കാ നീ? വെറുതെ ഇല്ല നാട്ടുകാർ കുടമാളരുന്ന് ഓടിച്ചു വിട്ടത്. ഇവിടെ വന്നിട്ടോ ഒരു മൂങ്ങാപ്പട്ടി പോലും ഇല്ല തിരിഞ്ഞു നോക്കാൻ. മുറുക്കണേ തത്ത തരണം, അടയ്ക്ക. ഇത് വല്ലോ കേൾക്കുന്നുണ്ടോ ആവോ? എന്റെ ഭഗവതി, ഈ തത്തോട് പിണങ്ങരുത്. തത്തയ്ക്ക് ദേഷ്യം വന്ന എങ്ങനെയാ നിനക്കറിയാലോ. നിനക്കുള്ള വെറ്റിലെ അടയ്ക്ക്. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, എടാ മമ്മദേ, നീ പറഞ്ഞ പോലെ ഇനി തത്ത തന്നെയാടാ എന്റെ കിളി. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചാലോ? ഇന്നു മുതൽ എരുമത്തടം ജോസിൽ പ്രദർശനം ആരംഭിക്കുന്നു പാവാട. തരളിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ പാവാട. സംഭ്രമജനകമായ ആവിഷ്കാര രീതി കൊണ്ടും അത്യുജ്വലമായ ഛായാഗ്രഹണത്തിന്റെ നിറക്കൂട്ടുകൊണ്ടും പുതുമയുടെ പൂമഴ പെയ്യിച്ചുകൊണ്ട് പാവാട ഇന്നു മുതൽ എരുമത്തടം പാവാട. എടാ ഈത്തപ്പഴോ, ഇത്തിരി ബേസും ബാസും എക്കോയും കൂട്ടിക്കൊണ്ടുപോയി അനത്തിക്കോ. അനൗൺസ്മെന്റ് കേട്ട് ജനം കിറങ്ങി കൊട്ടകയിലെത്തണം. പുലിക്കോട്ടൈ വാലിബന്റെ പുലിമടയിൽ കിടക്കട്ടെ എരുമത്തടത്തിന്റെ ഒരു കുഴിവെടി. സുഹൃത്തുക്കളെ, നാളെയാണ് പുലിക്കോട്ടെ വാലിബന്റെ മഹത്തായ 3-ാം ദിവസം. ഈ വാലിബ വിളംബരത്തിന്റെ കൂടെ നിനക്ക് ലാട്ടറി കച്ചവടം ഉണ്ടോ? ഇല്ല, കൂടെ വെണ്ണ ബിസ്ക്കറ്റ് വിൽക്കും. ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ. ജോസിന്റെ പൊടി ഞാൻ വലിച്ച വരുത്തന്മാരുത്തുമ്പോ ഈ പൊടി പെശക. നീ എന്റെ പാവാടയ്ക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. അല്ല ജിഞ്ചറ പോടാ, അവന്റെ അമ്മൂമ്മയുടെ വാലിബൻ. ഇതാര് ഞങ്ങളുടെ ജനറേറ്റർ. ഉണ്ണിയപ്പവും റോസാപ്പൂവും രാജിന് ഇഷ്ടമാ. മനോരാജ്യത്തിന്റെ ഒരു ലോക്കൽ റിപ്പോർട്ടറാ, മണ്ണാർക്കാട് മത്തായി. കാലക്കൻ ഐഡിയ എവിടെ ഒപ്പിച്ചു. സിനിമാ പ്രസ്ഥാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കരിങ്കൽ ചുവരുകൾക്കകത്തു നിന്ന് പ്രൊജക്ടറുകൾ വെയിലുകളിലേക്ക് ഉഗ്ര ക്യാപ്ഷൻ. എന്റെ മത്തായി മാപ്പിളെ കുഴക്കല്ലേ, ഈ പണിക്ക് ഇപ്പോഴേ ആവശ്യത്തിന് പാരകളാ. ഇനി വീലുമ്മത്തർക്കത്ത് കണ്ടേച്ച് വേണം ഓരോരുത്തന്മാർ ഈ പണിയായിട്ട് ഇറങ്ങാൻ. അതുകൊണ്ട് ജീവിച്ച് പൊക്കോട്ടളിയാ. താനെന്തായാലും എന്റെ ക്യാമറ പിടിച്ചു വാങ്ങണ്ടായിരുന്നു. അതന്നെ തിരിച്ചു തന്നല്ലോ. അതെ, മത്താച്ചിങ്ങ വന്നേ. ഇനി ഇവിടെ നിന്നാലേ മണ്ണാർക്കാട്ടേക്കുള്ള വണ്ടി പോകും. നിന്നെ ഞാൻ എടുത്തോളാ. അവന്റെ ഫ്ലാഷ് വലിയപ്പോ ഇടിമിന്നലേറ്റ പോലെയായി. എല്ലാം അവസാനിച്ചു വിചാരിച്ചു. നിന്റെ കിടുകിടി ഞാൻ ഉടച്ചിരിക്കും. മത്തായാണ് ഞാൻ. കാണടാ, ഇത് നമ്മുടെ മറ്റവളല്ലേ? മനുഷ്യന്റെ പ്രിങ്ങോട് കയറി നിൽക്കുമ്പോഴാ മറ്റേ മറ്റവളും. ഏതവള്? നമ്മുടെ അടയ്ക്ക. അടക്കേ
അച്ഛമ്മേ മൂച്ച മൂച്ച. അത് മോശമായി പോയി. അവളുടെ നോട്ടം കണ്ടിട്ട് എന്റെ ടങ്കീസ് പൊട്ടിപ്പോയടാ. ഈ വള്ളം കരയ്ക്ക് അടുപ്പിക്കണേല് നിന്റെ കയ്യില് ഫലം തൊട തന്നെ വേണം. ഈ ഓച്ചാപ്പ് ഒന്നും പോരട്ടെ മോനെ. പെണ്ണെന്ന് വലിയ ഫോമിലാണല്ലോ. എടിതാത്തെ, നിന്റെ ബ്ലൗസ് നന്നായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ എടച്ചേരിയിലെ രാധ അയച്ചല്ലേ? കഴുത്ത് വെട്ടിയത് ഉഗ്രനായിട്ടുണ്ട്. പക്ഷെ കയ്യൊക്കെ ഒത്തിരി കൂടിപ്പോയി. നീ പൊടി. എന്ത് കണ്ടാൽ അവസാനം ഒരു കുറ്റം പറയും. വെറുതെ അല്ല നീ ഇങ്ങനെ ഉണങ്ങിയിരിക്കണേ വരക്കോലി. പൊടി കൊത്തുകണ്ണി. നിന്നെ കെട്ടാൻ വരും ഇല്ലിക്കോലൻ. അവളുടെ ദേഷ്യം കാണാൻ എന്ത് ചന്താടാ. എന്റെ വായിന്നൊന്നും കേക്കരുത് നീ. നിനക്കത് വേണം. പട്ടിനാറിയാടെ കാണിച്ച് എന്നെങ്കിലും എനിക്ക് അവനെ കിട്ടും കയ്യില്. അവിടെ പച്ചക്കണ്ടത്തിൽ ഒറ്റുവെച്ചത് കളിയാ. ഞാൻ മണ്ണാർക്കാട്ട് വെച്ച് മന്ത്രിയെ കാണുന്നുണ്ട്. സംസാരിച്ചു നോക്കട്ടെ. ഹലോ, സി നാരായണക്കുറുപ്പാണോ? ആ, പത്രക്ക് മീറ്റിംഗ് കണ്ടു വിളിക്ക്. എന്റെ പ്രസിഡന്റ് ആ, നീ എത്തിയ പാലക്കാട് മട്ട മട്ട തന്നെ അല്ലേടാ? പിന്നെ കുട്ടപ്പ എടുത്ത് പെട്ടിയോട്ടെ വെക്ക്. അതെ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ കൊണ്ട് കാശ് മുടക്കിക്കുന്നത്. ഈ പന്നന്റെ മുടിഞ്ഞ ചെക്ക് പ്രശ്നം ഒന്ന് തീർത്തതാ. ചെരുപ്പിന്റെ ബട്ടൺ തേയാതെ അട്ടപ്പാടിയിൽ വല്ലതും നടക്കോടാ. കോടതി പോയാലേ ജന്മം പഴുക്കും. എട്ടര കൊല്ലം ഇയ്യംപുട്ടു എന്ന ഈ കൈവെള്ളക്കകത്ത് പ്രസിഡന്റ് പാരയടിക്കില്ലെന്ന് ഇയ്യംപുട്ടിന് നല്ല നിശ്ചയമുണ്ട്. ആ പിന്നെ കൂവപ്പടി, ഈന്തമ്പടി, കപ്പപ്പൊടി, അരിപ്പൊടി, കറക്ക, കാപ്പിപ്പൊടി, മേമ്പൊടി ഇട്ട് പുളിങ്ങ നിന്റെ ഈയംപൂട്ട് വയറ്റി ചെന്ന പൂരത്തിന്റെ വെടിക്കെട്ട് പോലെയാ. ഗ്യാസ് ട്രബിൾ എന്റർപ്രൈസസ് വെറുതെ അല്ല പ്രസിഡന്റ് വേറെ അംബാസഡർക്കാരുടെ ഡിക്കി പോലെ ഇരിക്കണത്. എടാ മൂരിത്തമ്മി, നീ പഞ്ചായത്തിന്റെ ജോയിന്റിൽ ആയിലടിക്കല്ലേ? എടാ പന്നായി, എന്റെ 10 കുപ്പി പാലിറങ്ങണ പശുവിനെ നീ 6000 രൂപ മേടിച്ചത് ശരിയല്ലേ? അത് പ്രസിഡന്റിന് പറഞ്ഞ് മനസ്സിലായി. മേടിച്ചോടാ. അന്ന് 3000ന്റെ ചെക്ക് കൊടുത്ത് ആ. ബാക്കി 3000ത്തിന് ഒരു മാസത്തെ അവധിയും പറഞ്ഞു. ആ. ഇപ്പൊ പിടിച്ചോന്നേ 3000ത്തിന്റെ ചെക്ക്. അപ്പൊ ഈ മടങ്ങിയേക്ക അത് നീർത്തി പിടിച്ചാ പോരെ. എടാ ബാങ്കിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് മടങ്ങി വന്ന ചെക്കിന്റെ ആരും ചോദിച്ചത്? ഇതെങ്ങനെയാ തിരിച്ചു വന്നത്? ബാങ്കിൽ കാശിലായിട്ട്. അത് സഹകരണ ബാങ്ക് കാശില്ലാഞ്ഞിട്ടല്ലേ എന്റെ കുറ്റം കൊണ്ടാ. ഇതിലെ വന്നേരം വരാതെ. അതെങ്ങനെ നിരപരാധിയും? 3000 രൂപ ചെക്ക് മടങ്ങിയില്ലേ? എന്നാ പിടിച്ചോ 3000ത്തിന്റെ ചെക്ക്. അപ്പൊ എന്നെ മടങ്ങിയേക്ക. അതിന് പകരമല്ലേ ഈ ചെക്ക്. അപ്പൊ എന്റെ 3000 രൂപയുടെ ഇത് 3000 ഇത് 3000 കൂട്ട്. അപ്പൊ 6000 ആയില്ലേ? ആയല്ലോ. ഇത് 3000 രൂപയുടെ ചെക്ക്. ഇത് മടങ്ങി 3000. എന്റെ പൊന്നും കൊടുത്ത് മാതാവേ, എന്റെ പൊന്നു പ്രസിഡന്റ്, ഈ നിക്കണവൻ എന്റെ വീട്ടിൽ കയറി പശുവിന് മേടിക്കാൻ വേണ്ടി വന്ന ഇവൻ. നിർത്ത് തുടക്കം മുതൽ പറ. ഞാൻ നിന്റെ വീട്ടില് വലതുകാല് വെച്ചപ്പോ കണ്ട കാര്യം മുതൽ പറ. എന്നാ തുടക്കം മുതൽ പറ. ഇവൻ എന്റെ പശുവിനെ ഇഷ്ടപ്പെട്ട് തുടക്കം, അതിലും തുടക്കം. നിന്റെ ഭാര്യ ഓടിപ്പോയത് മുതൽ പറ. നിന്റെ ഭാര്യ ഓടിപ്പോയ അതവിടെ നിൽക്കട്ടെ. എന്റെ 6000ന്റെ കാര്യം പറ. 6000 നിക്കട്ടാ. ഭാര്യ പോയ കാര്യം പറ. എന്റെ അച്ഛനെ അവക്ക് ഈ പോക്ക് ഒന്നിനാണോ ഉള്ളതാ? പന്നത്തേണ്ടി നിന്റെ ഒടുക്കത്തെ വണ്ടിച്ചക്ക് ഞാൻ എന്റെ മൂരിക്കുട്ടനെ കൊണ്ട് കുത്തിച്ചില്ലെങ്കിൽ എന്റെ പേരെട്ട് പട്ടിച്ചിട്ടുള്ള പഞ്ചായത്തിന്റെ അമ്മമ്മടെ വഴക്കുണ്ട്. എന്താ പ്രശ്നം? ജോസേട്ടാ ഒന്ന് കേട്ടെ. താന്ന് കിടതണ്ടി പ്രസിഡന്റോ? അതല്ല ഇപ്പഴത്തെ തെണ്ടി. അയ്യേ, എന്റെ പശുവിനെ ഞാനവന് 6000 രൂപ വിറ്റ്. പ്രസിഡന്റ് പഞ്ചായത്താക്കാന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് പ്രസിഡന്റിന് ഇപ്പൊ അറിയേണ്ടത് എന്റെ ഭാര്യ ഒളിച്ചോടി പോയ കാര്യമാണ്. നിന്റെ ഭാര്യ ആരുടെ കൂടെ പോയത്? നിന്റെ അപ്പന്റെ കൂടെ. ഒരാവശ്യമില്ലാതെ. എന്റെ അപ്പന്റെ അടുത്ത് പുതിയ കേസൊന്നും വന്നില്ലല്ലോ. അമ്മച്ചിയെ പറഞ്ഞ TV സ്റ്റാൻഡ് വെച്ചോ. കുട്ടപ്പാ. അല്ല പ്രസിഡന്റ്, എന്നാ ഏർപ്പാടായി? ഇത് പറ്റി. പഞ്ചായത്തിന് എരുമത്തടം കരമടയ്ക്കുന്നു. എങ്ങാണ്ടെന്ന് വന്ന കില്ലകൾ മൂത്രപ്പുര പോലെ ഒരു കൊട്ട കെട്ടി കാശ് വരുന്നു. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? അവന്റെ ജോയിന്റിൽ ഒരു എല്ല് കിളുത്തിട്ടുണ്ട്.